ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ വെറൈറ്റി രുചിയിൽ നമുക്ക് കോവയ്ക്ക കൊണ്ട് ഒരു നല്ല തോരൻ ഉണ്ടാക്കാം. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഉപ്പും എണ്ണയും എല്ലാം കോവയ്ക്കയിൽ പിടിച്ച് ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കോവയ്ക്ക അതിലേക്ക് തട്ടി ചൂടുവെള്ളത്തിലിട്ടാൽ കോവയ്ക്കയുടെ ഗുണം നഷ്ടപ്പെടുത്തൊന്നുമില്ല. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. വെന്ത് പോകണ്ട, ഒന്ന് വാടിയാൽ മതി. 3 മിനിറ്റ് കൊണ്ട് അത് നമുക്ക് വാടിക്കിട്ടും. നമുക്കിനി അത് കോരിയെടുക്കാം. അത് കോരിയെടുത്തിട്ട് നമുക്കിത് ഇനി നല്ലതുപോലെ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഈ കോവയ്ക്ക ദാണ്ട് ഇതുപോലെ 4ആയിട്ട് ഇതെല്ലാം നമുക്ക് കീറിയെടുക്കാം. അതെല്ലാം ഞാൻ 4ആയിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബോളിൽ ഒരു 1/2 കപ്പ് കടല മാവിട്ട് കൊടുക്കാം. കോവയ്ക്ക ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഇതിൽ പഞ്ചസാരയുടെ അംശം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പച്ചക്കറിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം, പിന്നെ 1/2 ടീസ്പൂൺ അയമോദകം. അത് ഞാൻ എൻ്റെ കൈയുടെ വെള്ളയെ വെച്ച് ഒന്ന് ഞെരടി ആണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ മണമെല്ലാം വെളിയിൽ വരും. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്നാക്കിയെടുക്കാം. ഉണ്ട കുത്താതെ നല്ലതുപോലെ അത് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാണ്ട് ഈ പരുവത്തിന് നമ്മൾ കലക്കിയെടുക്കണം. ഇനി നമുക്കിത് ഈ കോവയ്ക്ക അതിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ കോവയ്ക്ക കടലമാവിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 മുറി ചെറുനാരങ്ങ, 1 തണ്ട് കരിയാപ്പില, 1 പച്ചമുളക് കീറിയെടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇതിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ച് മിക്സ് ചെയ്യാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കായിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുവാനും നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുവാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ നമ്മുടെ വെറൈറ്റി രുചിയിലുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഒരു വെറൈറ്റി വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.